ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രോപ്പർട്ടീസ് ഓഫ് ROC ഓഫ് ഇസഡ് ട്രാൻസ്ഫോം. സോ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ROCയുടെ പ്രോപ്പർട്ടീസ് പഠിച്ചു. അതുപോലെ തന്നെ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ROCയുടെ പ്രോപ്പർട്ടീസ് ആണ്. സോ ഇവിടെ ഒരു 9 പ്രോപ്പർട്ടീസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മളൊന്ന് ജനറലൈസ് ചെയ്ത കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. സോ അതിൽ ഫസ്റ്റ് വൺ, ദ ROC ഓഫ് x of z consists of a ring in the z plane centered about the origin. Then other ROC definition ആണ്, if x of z is rational then ROC must not contain any poles. And third one, if x of n is of finite duration and absolutely summable. അപ്പോൾ x of n എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് വാല്യൂ അല്ലെങ്കിൽ അബ്സല്യൂട്ട്ലി സമ്മബിൾ മീൻസ് അതൊരു സ്റ്റേബിൾ വാല്യൂ സിഗ്നൽ ആണെങ്കിൽ then ROC is the entire z plane except z is equal to 0 and or z is equal to infinity. Then x of n എന്ന് പറയുന്ന ഒരു റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ, റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണ്, അതുപോലെ തന്നെ ഒരു ഇൻഫൈനൈറ്റ് ഡ്യൂറേഷൻ സിഗ്നൽ ആണ്, ഫൈനൈറ്റ് അല്ല ഇൻഫൈനൈറ്റ് ഡ്യൂറേഷൻ ആണെങ്കിൽ then ROC is the region in the z plane outside the outermost pole. സോ നമ്മളിത് വരച്ച് കണ്ടതാണ്. റൈറ്റ് സൈഡിൻ്റെ കേസസിൽ നമ്മൾ റീജിയൻ ഔട്ട്സൈഡ് ദ ഔട്ടർമോസ്റ്റ് പോൾ നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്, സ്റ്റെബിലിറ്റി കോസാലിറ്റിക്കകത്തൊക്കെ. ദെൻ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ, അതുപോലെ തന്നെ ഇൻഫൈനൈറ്റ് ഡ്യൂറേഷൻ ആണെങ്കിൽ ROC is the region in the z plane inside the innermost pole. ദെൻ സിക്സ്ത് പ്രോപ്പർട്ടി, അതൊരു 2-sided സീക്വൻസ് ആണെങ്കിൽ x of n is 2-sided ആൻഡ് ഓഫ് ഇൻഫൈനൈറ്റ് ഡ്യൂറേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്നും ഇൻഫൈനൈറ്റ് ഡ്യൂറേഷനാണ്. ദെൻ ROC വിൽ കൺസിസ്റ്റ് ഓഫ് എ റിംഗ് ഇൻ ദ z plane. ROC എന്ന് പറയുന്നത് നേരത്തെ കേസിൽ ഔട്ടർ മോസ്റ്റ് പോളിന് പുറത്തേക്ക്, അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ ഇന്നർ മോസ്റ്റിന് ഇൻസൈഡ് ആണെങ്കിൽ, 2-sided കേസസിൽ ROC വിൽ കൺസിസ്റ്റ് ഓഫ് എ റിംഗ് ഇൻ ദ z plane. സോ അടുത്ത് നമ്മൾ ഇൻഫൈനൈറ്റ് ഡ്യൂറേഷൻ അല്ല, ഫൈനൈറ്റ് ഡ്യൂറേഷൻ്റെ റൈറ്റ് സൈഡഡ്, ലെഫ്റ്റ് സൈഡഡ് ആൻഡ് 2-sided കേസസ് ആണ് നോക്കുന്നത്. സോ ഫോർ എ ഫൈനൈറ്റ് റൈറ്റ് സൈഡഡ് സിഗ്നൽ ROC will be the entire z plane except z is equal to 0. സോ ഫൈനൈറ്റ് റൈറ്റ് സൈഡഡ് സിഗ്നലിൻ്റെ കേസസിൽ, അതായത് ഫൈനൈറ്റ് ഡ്യൂറേഷൻ റൈറ്റ് സൈഡഡ് സിഗ്നലിൻ്റെ കേസസ് ROC വിൽ ബി ദ എൻറ്റയർ z പ്ലെയിൻ എക്സെപ്റ്റ് z ഈസ് ഈക്വൽ ടു 0. 0യിൽ മാത്രം അത് ആപ്ലിക്കബിൾ ആവത്തില്ല, അല്ലാതെ ഫുൾ z പ്ലെയിൻ നമുക്ക് ROC ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ഫോർ എ ഫൈനൈറ്റ് ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ROC വിൽ ബി എൻറ്റയർ z പ്ലെയിൻ എക്സെപ്റ്റ് z ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അതുപോലെ തന്നെ ഫോർ എ ഫൈനൈറ്റ് 2-sided സിഗ്നൽ ROC വിൽ ബി എൻറ്റയർ z പ്ലെയിൻ എക്സെപ്റ്റ് z ഈസ് ഈക്വൽ ടു 0 ആൻഡ് z ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം ലെഫ്റ്റ് റൈറ്റ് സൈഡ് 2-sided സിഗ്നൽസ് ആണ്, അതുപോലെ തന്നെ ഫൈനൈറ്റ് ഡ്യൂറേഷൻ, അതുപോലെ തന്നെ ഇൻഫൈനൈറ്റ് ഡ്യൂറേഷൻ. സോ പ്രോപ്പർട്ടീസ് ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ROC ലാപ്ലാസിൻ്റെയും ഇസഡിൻ്റെയും പഠിച്ചു വെക്കണം. ദെൻ നമുക്ക് ഇനി ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ സീക്വൻസിൻ്റെ ബേസിസിലുള്ള 1-2 പ്രോബ്ലംസുകൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫൈൻഡ് ദ ഇസഡ് ട്രാൻസ്ഫോം ആൻഡ് ROC ഓഫ് x of n ഈസ് ഈക്വൽ ടു 1, -2, 3, 4. അപ്പോൾ ഇതൊരു റൈറ്റ് സൈഡഡ് ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ROC നമ്മൾ ഓൾറെഡി അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, റൈറ്റ് സൈഡഡ് ഫൈനൈറ്റ് ഡ്യൂറേഷൻ്റെ ROC. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാൻ നോക്കാം. സോ ഇതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ഡിറ്റർമിൻ ചെയ്യാൻ പോവാണ്. സോ ദിസ് ഈസ് x of z ഈസ് ഈക്വൽ ടു, സോ ശരിക്കും നമ്മുടെ ഇക്വേഷൻ സമ്മേഷൻ n ഈസ് ഈക്വൽ ടു -infinity to summation n ഈസ് ഈക്വൽ ടു -infinity to infinity x of n ഇൻറ്റു z റേസ് ടു -n ആണ്. ഈ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ സിഗ്നലാണ്. ഇതിൻ്റെ ആരോ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. സോ 0, n ഈസ് ഈക്വൽ ടു 0, n is equal to 1, 2 and 3. So sigma will vary from 0 to 3 x of n z raised to -n. ഇനി n-ൻ്റെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഫസ്റ്റ് വാല്യൂ 0, x of 0 ഇൻറ്റു z raised to 0 പ്ലസ് x of 1 ഇൻറ്റു z raised to -1, n 1 കൊടുക്കുമ്പോൾ, പ്ലസ് x of 2 ഇൻറ്റു z raised to -2, ദെൻ x of 3 ഇൻറ്റു z റേസ് ടു -3. ദെൻ x of 0യുടെ വാല്യൂ നോക്കുകയാണെങ്കിൽ സാമ്പിൾ വാല്യൂ 1 ആണ്. സോ 1 ഫസ്റ്റ് ടേം 1 ആയിരിക്കും, പ്ലസ് അടുത്തത് x of 1ൻ്റെ വാല്യൂ -2 ആണ്. സോ -2 ഇൻറ്റു z റേസ് ടു ഇവിടെ 1 ഇൻറ്റു
ഇസഡ് റേസ് ടു 0 പ്ലസ് എക്സ് ഓഫ് 2 എന്ന് പറയുന്നത് 3 ആണ്, 3 ഇൻറ്റു ഇസഡ് റേസ് ടു -2 പ്ലസ് എക്സ് ഓഫ് 3 4 ആണ്, 4 ഇൻറ്റു ഇസഡ് റേസ് ടു -3. സോ ആൻസർ എന്ത് വരും? 1 മൈനസ് 2 ഇസഡ് റേസ് ടു -1 പ്ലസ് 3 ഇസഡ് റേസ് ടു -2 പ്ലസ് 4 ഇസഡ് റേസ് ടു -3. സോ ഇതാണ് നമ്മുടെ ആൻസർ. ആർ ഒ സി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആർ ഒ സി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ റൈറ്റ് സൈഡഡ് സിഗ്നലാണ്. സോ ആർ ഒ സി വിൽ ബി എൻറ്റയർ ഇസഡ് പ്ലെയിൻ എക്സെപ്റ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു 0. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു പ്രോപ്പർട്ടീസിനകത്ത് പറയുന്നുണ്ട്, 7th പ്രോപ്പർട്ടി. സോ ഈ ഒരു 7th പ്രോപ്പർട്ടിക്കകത്ത് പറയുന്നത് ആ ഒരു കേസാണ്. സോ നമുക്ക് പറയാം, ഇവിടെ എഴുതാം പ്രോപ്പർട്ടി 7. സോ അത് വെച്ചിട്ടാണ് ഞാൻ ആർ ഒ സി എഴുതിയത്. ദെൻ അടുത്ത ഒരു സിഗ്നൽ നോക്കാം. ഇതെന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡറാണ്, കാരണം 0 ഇവിടാണ്, 0 -1 -2. സോ നമുക്ക് എക്സ് ഓഫ് ഇസഡ് എഴുതുമ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സമ്മേഷൻ. സോ ഇത് n ഈസ് ഈക്വൽ ടു 0 -1 -2. സോ n ഈസ് ഈക്വൽ ടു -2 ടു 0, -2 മുതൽ 0 വരെയാണ് സിഗ്നൽ. എക്സ് ഓഫ് n ഇസഡ് റേസ് ടു -n. സോ ഫസ്റ്റ് വാല്യൂ -2 ആണ്. എക്സ് ഓഫ് -2 ഇൻറ്റു ഇസഡ് സ്ക്വയർ പ്ലസ് എക്സ് ഓഫ് -1 ഇൻറ്റു ഇസഡ് റേസ് ടു 1 പ്ലസ് എക്സ് ഓഫ് 0 ഇൻറ്റു ഇസഡ് റേസ് ടു 0. സോ എക്സ് ഓഫ് -2ൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ 4 ഇസഡ് സ്ക്വയർ, ദെൻ എക്സ് ഓഫ് -1 ആണ്. സോ മൈനസ് ഇസഡ് പ്ലസ് എക്സ് 2 ഇസഡ് റേസ് ടു, സോ ഇതാണ് 4 ഇസഡ് സ്ക്വയർ മൈനസ് ഇസഡ് പ്ലസ് 2 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ ഫോർ. സോ ഇതൊരു ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ് ആണ്. സോ നമുക്ക് എഴുതാം ആർ ഒ സി വിൽ ബി എൻറ്റയർ ഇസഡ് പ്ലെയിൻ എക്സെപ്റ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അതായത് നമ്മൾ നേരത്തെ പഠിച്ച ഫൈനൈറ്റ് ഡ്യൂറേഷൻ്റെ ലെഫ്റ്റ് സൈഡഡിൻ്റെ കേസ്, അതായത് 8th പ്രോപ്പർട്ടിയാണ് പറയുന്നത്. സോ ദിസ് ഈസ് പ്രോപ്പർട്ടി 8. ദെൻ അടുത്തതൊരു 2 സൈഡഡ് സിഗ്നലിന് എക്സാമ്പിളാണ്, 2 സൈഡഡ് സിഗ്നൽ. സോ ഈ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം, ഈ ഒരു സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് n ഈസ് ഈക്വൽ ടു 0 -1 -2 -3. സോ നമ്മുടെ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് n ഈസ് ഈക്വൽ ടു -3 മുതൽ 1 വരെയാണ്. എക്സ് ഓഫ് n ഇസഡ് റേസ് ടു -n. ദെൻ എക്സ് ഓഫ് -3 കൊടുക്കുന്നു, ഇസഡ് ക്യൂബ് വരും, പ്ലസ് -2 കൊടുക്കുന്നു, എക്സ് ഓഫ് -2 ഇൻറ്റു ഇസഡ് സ്ക്വയർ പ്ലസ് -1 കൊടുക്കുന്നു, എക്സ് ഓഫ് -1 ഇൻറ്റു ഇസഡ് റേസ് ടു 1 പ്ലസ് എക്സ് ഓഫ് 0 ഇൻറ്റു ഇസഡ് റേസ് ടു 0 പ്ലസ് എക്സ് ഓഫ് 1 ഇൻറ്റു ഇസഡ് റേസ് ടു 1. സോ 1 വരെയാണ് പോകുന്നത്. ദെൻ ആദ്യത്തെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് ഓഫ് -3യുടെ വാല്യൂ ഇവിടെ 2 ആണ്. സോ ആൻസർ 2 ഇസഡ് ക്യൂബ്. ദെൻ -1 ആണ് അടുത്ത വാല്യൂ, മൈനസ് ഇസഡ് സ്ക്വയർ. അടുത്തത് -1 ആണ്. എക്സ് ഓഫ് -1ൻ്റെ വാല്യൂ 1 ആണ്. സോ ഇസഡ് റേസ് ടു 1 അല്ലെങ്കിൽ ഇസഡ് എന്ന് പറയാം. പ്ലസ് എക്സ് ഓഫ് 0 2 ആണ്, 2 പ്ലസ് എക്സ് ഓഫ് 1 3 ആണ്, 3 ഇസഡ് റേസ് ടു ഇത് -1 ആണ്. സോ -1. സോ ഇത് 3 ഇസഡ് റേസ് ടു -1. സോ ഇതാണ് നമ്മുടെ ആൻസർ. കാരണം ഈ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് -3 മുതൽ 1 വരെയുള്ള സിഗ്നലാണ്. സോ ആർ ഒ സി എന്ന് പറയുന്നത് ഒരു 2 സൈഡഡ് സീക്വൻസ് ആണ്, ഫൈനൈറ്റ് ഡ്യൂറേഷനാണ്. ആർ ഒ സി വിൽ ബി എൻറ്റയർ ഇസഡ് പ്ലെയിൻ എക്സെപ്റ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു 0
ആൻഡ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി 9 ആണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഫൈനൈറ്റ് സീക്വൻസ് ടു സൈഡഡ് സിഗ്നലിൻ്റെ ROC except z is equal to 0 and infinity. Entire z line except. So this is using property 9. So ഈ രീതിയിലാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. സോ ഇതൊരു ROC പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് സീക്വൻസിൻ്റെ ഇസഡ് ട്രാൻസ്ഫോംസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് യൂണിലാറ്ററൽ ഇസഡ് ട്രാൻസ്ഫോം ആണ്. വാട്ട് ഈസ് യൂണിലാറ്ററൽ ഇസഡ് ട്രാൻസ്ഫോം? സോ നമ്മൾ നേരത്തെ പഠിച്ച അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ബൈലാറ്ററൽ ആണ്. സോ ബൈലാറ്ററൽ മീൻസ് -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി, -ഇൻഫിനിറ്റി മുതൽ +ഇൻഫിനിറ്റി x of n z⁻n. യൂണിലാറ്ററൽ മീൻസ് അത് ഡിഫൈൻ ചെയ്തേക്കുന്നത് 0 മുതലാണ്, 0 to ഇൻഫിനിറ്റി x of n z⁻n. സോ നമുക്കൊരു പ്രോബ്ലം നോക്കാം. യൂണിലാറ്ററൽ ഇസഡ് ട്രാൻസ്ഫോം ഡിറ്റർമിൻ ചെയ്യാനാണ്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. So first question is x of n is equal to a raised to n u of n plus 1. So x of z unilateral determine ചെയ്യാൻ പോവാണ്. summation n is equal to 0 to infinity x of n into z raised to -n. Then നമുക്കറിയാം u of n plus 1 ൻ്റെ വാല്യൂ 1 ആണ്. So u of n plus 1 means the signal will be from -1 to infinity. -1, 0, 1, 2, 3, etc. ഇതാണ് n ൻ്റെ വാല്യൂ. This is 1. u of n plus 1. So this is -1 to infinity ആണ് u of n plus 1 ൻ്റെ വാല്യൂ 1 ആവുന്നത്. പക്ഷേ നമുക്കിവിടെ u of n plus 1 0 മുതലേ ഡിഫൈൻ ആവത്തുള്ളൂ. സോ നമുക്ക് -1 അവിടെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് u of n plus 1 1 കൊടുക്കാം. ലിമിറ്റ് 0 തന്നെ ആയിരിക്കും, -1 തൊട്ടായിരിക്കത്തില്ല. ബൈലാറ്ററൽ നമ്മൾ -1 to ഇൻഫിനിറ്റി എടുത്തത്. ഇവിടെ പക്ഷേ നമുക്ക് 0യിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ a raised to n ഇത് 1 കൊടുത്തു ഇൻറ്റു z raised to 0ക്ക് ശേഷമുള്ള ഏത് വാല്യൂയിലും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ -1, -2 ഇങ്ങനെയുള്ള വാല്യൂസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സമ്മേഷൻ n is equal to 0 to infinity a z raised to -1 the whole raised to n. So ഇതിൻ്റെ ആൻസർ 1/1 minus a z raised to -1. 0 to infinity a raised to n 1/1 minus a. ആ ഒരു ഫോമിലാണ്, GP ഫോമിലാണ് ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. ഈ രീതിയിലാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. ദെൻ അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഡെൽ ഫംഗ്ഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് b x of n is equal to del of n plus 1 plus del of n. del of n plus 1 plus del of n plus a raised to n plus 3 u of n plus 1. a raised to n plus 3 u of n plus 1. സോ ഇവിടെ 3 ടേംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സമ്മേഷൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി ഫസ്റ്റ് ടേം del of n plus 1 into z raised to -n plus summation n is equal to 0 to infinity del of n into z raised to -n plus summation n is equal to 0 to infinity a raised to n plus 3 u of n plus 1 into z raised to -n. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൽ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഡെൽ ഫംഗ്ഷൻ്റെ ആ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്കറിയാം. ഇതാണ് del of n. സോ ദിസ് ഈസ് del of n. del of n is equal to 1 at n is equal to 0. So del of n definition ഇതാണ്. del of n is equal to 1 at n is equal to 0 and it is not equal to 0 for n not equal to 0. So del of n plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? del of n plus 1 എന്ന് പറഞ്ഞാൽ 0യിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഫംഗ്ഷനാണ് del of n plus 1. അത് മാഗ്നിറ്റ്യൂഡ് 1 ആണ്. സോ del of n plus 1 ഡിഫൈൻ ചെയ്യുന്നത് -1ലാണ്. പക്ഷെ നമ്മുടെ ഇവിടെ യൂണിലാറ്ററൽ ഡിഫൈൻ ചെയ്യുന്നത് 0 മുതലാണ്.
സോ ഒരിക്കലും -1 ഒരു വാല്യൂ ഇവിടെ എക്സിസ്റ്റ് ചെയ്യത്തില്ല. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ ആൻസർ 0 ആണ്. കാരണം del(n+1) വാല്യൂ അത് -1 മാത്രം ഡിഫൈൻ ചെയ്യുന്നതാണ്. -1 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ എക്സിസ്റ്റ് ചെയ്യത്തില്ല. സോ ദിസ് വാല്യൂ വിൽ ബി 0. പ്ലസ് del(n)ൻ്റെ വാല്യൂ നമുക്കറിയാം 0 എക്സിസ്റ്റ് ചെയ്യുന്നത്. അവിടെ അതിന് 1 എന്ന് കൊടുക്കാം. സോ ഇത് 1 ആണ്. സോ ഇത് 1 എന്ന് കൊടുക്കാം. n-ൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ്. സോ 1 × z⁻0 പ്ലസ് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ a⁻n+3 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ u(n+1) മീൻസ് -1 to ∞ ആണ്. -1 എടുക്കാൻ പറ്റില്ല. സോ 0 n = 0 to ∞ a⁻n × a⁻3 ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഇത് 1 ആണ്. ദെൻ z⁻n ദെൻ ആൻസർ ഇവിടെ 1 വരും. 1 പ്ലസ് സമ്മേഷൻ ഇവിടെ a³ കോമൺ ആയിട്ട് എടുക്കാം. a³ × സമ്മേഷൻ n = 0 to ∞ az⁻1 the whole raised to n. So this is equal to 1 plus a³ × 1/1 - az⁻1 ഈ സമ്മേഷൻ സീരീസ്. സോ ഇതാണ് നമ്മുടെ ആൻസർ. സോ ഈ രീതിയിലാണ് യൂണിലാറ്ററൽ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.